പി ജയരാജനും പ്രകാശ് ജാവ്ദേക്കറും തമ്മിലുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് അറിയില്ല എന്നാണ് ദേവികുളം മുൻ MLA എസ് രാജേന്ദ്രൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എസ് രാജേന്ദ്രനൊപ്പം ഞങ്ങളുടെ പ്രതിനിധി രാഹുൽ വിജയൻ ഇപ്പോൾ ചേരുന്നുണ്ട്. രാഹുൽ, ഈ BJP-യിലേക്കില്ല എന്നും അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നുണ്ടോ രാഹുൽ ഇപ്പോൾ? എന്തായാലും നിലവിൽ BJP-യിലേക്ക് ഇല്ല എന്നുള്ള കാര്യം എസ് രാജേന്ദ്രൻ ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് ഉന്മേഷ്. എന്തായാലും രാജേന്ദ്രൻ തന്നെ നമ്മളോടൊപ്പം ചേരുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ഈ പി ജയരാജനും ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച വലിയ വാർത്തയായിട്ടുണ്ട്, വലിയ ചർച്ചയായിട്ടുണ്ട്. അതിനെപ്പറ്റി തനിക്ക് അറിയില്ല എന്നുള്ള കാര്യവും രാജേന്ദ്രൻ ഉറപ്പിച്ചും ആവർത്തിച്ചും പറയുന്നുണ്ട്. അദ്ദേഹത്തെ നമുക്ക് ചോദിക്കാം, ഈ പി ജയരാജനും ജാവ്ദേക്കറുമായിട്ടുള്ള കൂടിക്കാഴ്ചയോ അല്ലെങ്കിൽ അവരുമായി നടന്ന ചർച്ചകളെ പറ്റി ഏതെങ്കിലും തരത്തിലുള്ള സൂചനകളോ വിവരങ്ങളോ ഉണ്ടായിരുന്നു? അങ്ങനൊന്നും ഇത് ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യവും ഞാൻ അറിയണമെന്ന് കരുതുന്നത് ശരിയല്ല. എനിക്കത് സംബന്ധിച്ചൊന്നും അറിയത്തില്ല. ആവശ്യമില്ലാത്ത ഒരു കാര്യമാണ്, എനിക്കത് അറിയില്ല. താങ്കൾ ജാവ്ദേക്കറെ കണ്ടപ്പോൾ ഈ കാര്യങ്ങൾ എന്തെങ്കിലും സംസാരിച്ചിട്ടില്ല? അങ്ങനെയൊന്നുമില്ല, സംസാരിച്ചിട്ടൊന്നുമില്ല. അവസാനം പ്രകാശ് ജാവ്ദേക്കറുമായി കണ്ടതിന് ശേഷം താങ്കൾ ഏതെങ്കിലും BJP നേതാക്കളുമായി ചർച്ച നടത്തുകയോ അല്ലെങ്കിൽ BJP-യിലേക്ക് പോകുന്നതിനെ പറ്റി എന്തെങ്കിലും ആളുകൾ താങ്കളെ ബന്ധപ്പെടുകയോ ചെയ്തിരുന്നു? ഇല്ല 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 ഇല്ല. എന്താണ് ഈ അവസാനത്തെ നിലപാട്? എങ്ങനെയാണ് CPM-ന്റെ ഒപ്പം നിൽക്കുന്നത് പോലെയുള്ള നിലപാടാണ് ഇപ്പം നിൽക്കുന്നത്. ഇടയ്ക്ക് ചെറിയ വാർത്തകളൊക്കെ വന്നിരുന്നു, താങ്കളെയും കുടുംബത്തെയും ഒക്കെ ഭീഷണിപ്പെടുത്തി CPM-ലെ ചില ആളുകൾ ഇവിടെ നിർത്തിയിരിക്കുകയാണ്, BJP-യിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുത്തിരുന്നതാണ്, അത് ഈ ഭീഷണിയുടെ ഭാഗമായിട്ട് മാറ്റിയതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് അതൊക്കെ തെറ്റാണ്. നിലപാട് ശരി രാഹുൽ, ഏതായാലും അദ്ദേഹം നിലപാട് വ്യക്തമാക്കുന്നുണ്ട്, BJP-യിലേക്ക് ഇല്ല എന്നുള്ള. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.